സാർ ഇപ്പോൾ ഇരുന്നുകൊണ്ടുള്ള ഒരുപാട് ജോലി ചെയ്യുന്നവരുണ്ട്, IT ഫീൽഡിലൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അമിതഭാരം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ ഇരുന്നുകൊണ്ട് ജോലി എന്ന് പറഞ്ഞാൽ IT ഫീൽഡ് അത് ഇങ്ങനെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു IT ഫീൽഡിനെക്കാളും ഇപ്പോൾ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഡോക്ടർമാർ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ സ്പെഷ്യാലിറ്റിയിലൊന്നും കാര്യമായ ഇൻ്റർവെൻഷൻസ് ഇല്ല. നമ്മൾ ഇരുന്ന് പേഷ്യൻസിനെ ഇങ്ങനെ ലോങ് അവേഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാ പറയുക. അപ്പം നമ്മുടെ സ്മോക്കിംഗ് ഒക്കെ മാറിയിട്ട് സിറ്റിംഗ് ആണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള വരുന്നൊരു കാര്യമാണെന്ന് പറയാം. 2-3 തരത്തിൽ ഇതിനെ നേരിടാം. നമ്മൾ സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. കൃത്യമായിട്ട് നമ്മൾ രാവിലെ ഒരു ജിമ്മിലേക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് വ്യായാമത്തിന് പോവുക, നടക്കാൻ പോവുക. അപ്പം ഇപ്പോൾ തീർച്ചയായിട്ടും കുറേ പഠനങ്ങൾ വരുന്നുണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയുള്ള നടത്തം ഒരു എക്സസൈസ് ആയിട്ട് ഇപ്പോൾ കൂട്ടുന്നില്ല. എക്സസൈസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബ്രിസ്ക് വാക്കിംഗ്. വേഗത്തിലുള്ള നടത്തത്തിൽ നിന്നാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നമ്മൾ സാധാരണയുള്ള നടത്തം വ്യായാമമായി ആരും കൂട്ടുന്നില്ല. അതുപോലെ ഉള്ള വേറൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ പലപ്പോഴും ഞാൻ എക്സസൈസ് ചെയ്യാൻ അവരെ പറയുമ്പം പലരും പേഷ്യൻസ് പറയുന്നത് വീട്ടിലെ ജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വീട്ടിൽ മുഴുവൻ ജോലി ചെയ്താലും 100-200 കിലോ കാലറി മാത്രമേ ബേൺ ചെയ്യുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് എക്സസൈസിനായിട്ടൊരു സമയം മാറ്റി വെച്ച് എറോബിക് എക്സസൈസ്, അതായത് ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ റണ്ണിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ജോഗിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അതൊരു എക്സസൈസ് ഒരു 600-700-800 ആ രീതിയിലുള്ള ഒരു കാലറി ബേൺ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. 3-4 തരത്തിൽ ചെയ്യാവുന്ന ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇത്തരം ജോലികളൊക്കെ എടുക്കുന്നവർ കണ്ടുപിടിക്കുക. പകലോ രാത്രിയോ എപ്പോഴോ ആവട്ടെ അത് കൃത്യമായിട്ട് ചെയ്യുക. ഒരിക്കലും പെട്ടെന്ന് വലിയ രീതിയിൽ എക്സേർട്ട് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏജൊക്കെ വെച്ചൊരു മാക്സിമം ഹാർട്ട് റേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് 220 മൈനസ് അവരുടെ ഏജ്, അതാണ് ആ പേഷ്യൻറ്റിൻ്റെ മാക്സിമം ഹാർട്ട് റേറ്റ് വരിക. അപ്പോൾ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ 50-60% ഹാർട്ട് റേറ്റ് വരുന്ന രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് മാത്രം, അതാണ് പലപ്പോഴും അരിത്മിയൊക്കെ കുഴഞ്ഞു വീണ് മരണമൊക്കെ നമ്മൾ കാണുന്നത്. ആ രീതിയിൽ മാത്രം എക്സസൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തി ഈറ്റിംഗ്, നമ്മൾ കഴിക്കുന്നതും ശ്രദ്ധിക്കുക, ഒരുപാട് കഴിക്കാതിരിക്കുക. വളരെ എക്സസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. അത് സമയമില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്ന എപ്പോഴും ലിമിറ്റ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക, അത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ തുടർച്ചയായിട്ട് ഇരിക്കാതിരിക്കുക. അരമണിക്കൂറിന് അടുപ്പിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കാതിരിക്കുക. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു 5-10 സെക്കൻഡോ മിനിറ്റുകളോ എണീറ്റ് നിൽക്കുക, എന്നിട്ട് നടക്കുക. അങ്ങനത്തെയൊക്കെ ചെയ്താൽ തന്നെ കാര്യപ്പെട്ട മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. Stay healthy. Follow for more.